ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന നമ്മുടെ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ സോയാബീൻ അല്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ടൊന്ന് വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ പുതിർത്തിയിട്ടല്ല ഉണ്ടാക്കല്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ചൂട് കൊടുക്കാൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ, കൈ പൊള്ളി പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ ചൂടുണ്ട് കേട്ടോ. അതാണ് കുറച്ചേച്ച് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിക്കാണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ സോയാബീന് പിന്നെ പെട്ടെന്ന് വെള്ളം കുടിക്കും. ഞാനത് ഊറ്റി കളഞ്ഞതിന് ശേഷമുള്ള വെള്ളമാണ് ഇതിലിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഊറ്റിയിട്ട് പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തപ്പോൾ ഇത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അതിങ്ങനെ പുതിർന്ന് വന്നപ്പോൾ ഇത്ര ആയി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 3/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ നമ്മുടെ ബീഫ് മസാല ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ കുറച്ച് ഞാൻ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ എത്ര എണ്ണ ഒഴിച്ചിട്ടും കാര്യമില്ല കേട്ടോ. നേരത്തെ വെള്ളം കുടിച്ച മാതിരി നമ്മുടെ സോയാബീന് ഈ എണ്ണ മൊത്തം വലിച്ചെടുക്കും. അപ്പോൾ എത്ര എണ്ണ ഒഴിച്ചാലും ഇതിൽ കാണൂല. എന്നാലും ആ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൗണ്ട് സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇനി സെക്കൻഡ് റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ വേവാൻ പണിയാവും, അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.